ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കേക്കാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. മുട്ടയും മൈദ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു അരിപ്പയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിന് മുന്നേ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കണം. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊരു 2-3 പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് മധുരം അത്ര വേണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കോഴിമുട്ടയും പഞ്ചസാരയും കൂടി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം കേട്ടോ. ഇവിടെ വാനില എസൻസ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കുന്നില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വിസ്കോ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദയും ബേക്കിംഗ് സോഡയൊക്കെ കൂടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്നിച്ചാവുമ്പോൾ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 2-3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല കട്ടിയായി തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഈ ബാറ്ററിൽ നിന്നും പകുതി ഒരു ബൗളിലേക്ക് മാറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കേക്കാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടിയും ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഈ പകുതി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവ് കുറച്ച് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ പാൽ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് മുകളിലേക്ക് ഇതുപോലെ കുക്കർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കയ്യിൽ വീതം ബാറ്ററിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ സാദാ ക്രീം കളറുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കയ്യിൽ. അതിനുശേഷം മറ്റേ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ബാറ്ററിൽ നിന്ന് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തീ നല്ല ലോ ആയിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഓരോരോ കയ്യിൽ മാറി മാറി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ കൊടുക്കാം. ഇനി കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ ഒന്ന് അടച്ച് വയ്ക്കുക. 20 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഒരു ടൂത്ത് പിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ ഇതായിട്ടോ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ
അപ്പോൾ ഇതുപോലെ അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി നമുക്കൊരു 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും ഇതേപോലെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കത്തിയുടെ മുകളിൽ പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ട് വെന്തു എന്നാണ് അർത്ഥം. നമ്മുടെ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണിത്. അപ്പോൾ എല്ലാവരും ക്രീമോ ബീറ്ററോ ഓവണോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.